കൊല്ലം തൊടിയൂരിൽ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ മർദ്ദനമേറ്റ് മരിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ പൊതുദർശനം തുടരുന്നു. ഖബറടക്കം രാത്രി 8 മണിയോടെ പാലേലിക്കുളങ്ങര ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. ലിജോ ഉണ്ട് വിവരങ്ങളുമായി. ലിജോ, വിവരങ്ങൾ എന്തൊക്കെ? അനീഷ, ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടെയാണ് അതിദാരുണമായ ഒരു സംഭവം പാലേലിക്കുളങ്ങരയിൽ നടന്നത്. ഒരു മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട സംസാരം നടക്കുന്നതിനിടയിലായിരുന്നു യാതൊരു പ്രകോപനമില്ലാതെ ഒരു ആക്രമണം ഉണ്ടാവുകയും അതിൽ ചവിട്ടേറ്റ് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് സലീം മണ്ണേൽ മരിച്ചത്. അദ്ദേഹം ഹൃദ്രോഗിയായിരുന്നു, ബൈപ്പാസ് സർജറി കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ഉച്ചയോടുകൂടെ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. അദ്ദേഹം തൊടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ആദര സൂചകമായി ഇന്ന് അവിടെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം വരെ ഹർത്താൽ ആചരിക്കുകയായിരുന്നു. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പാലേലിക്കുളങ്ങര ജമാഅത്ത് പള്ളിയിൽ എത്തിക്കുകയും അവിടുത്തെ ഖബർസ്ഥാനിലായിരിക്കും ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. 28 വർഷമായി ആ ജമാഅത്ത് പള്ളിയിലെ പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയായിരുന്നു ഇപ്പോൾ മരിച്ചിരിക്കുന്ന സലീം മണ്ണേൽ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൃദയാഘാതമാണ് ഇത്തരത്തിൽ മരണത്തിന് കാരണമായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ അദ്ദേഹത്തിന് മർദ്ദനമേറ്റിരുന്നോ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരം ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും കഴിഞ്ഞ ദിവസം ചുമത്തിയ കൊലപാതക കുറ്റം നിലനിൽക്കുമോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. അനീഷ്, ശരി.